ഹായ്, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ വളരെ സന്തോഷത്തിലാണ്. സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് എല്ലാവരോടും ഒരു കാര്യം പറയാനായിട്ട് വന്നതാണ്. എന്ത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്ന സമയം വൈകുന്നേരം 7:45. അപ്പം ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കൂടിയിട്ട് ഒരു ചെറിയൊരു കിറ്റി പാർട്ടി കണക്കുണ്ടായിരുന്നു. ഞാനപ്പോൾ അതിന് പോയിട്ട് വരുവാണ്. അപ്പോൾ അവരെല്ലാവരും കുറേ ഇവിടെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ, അടുത്തല്ല, പൂനെക്ക് പോകുന്ന വഴിക്ക് ഒരു സ്ഥലത്ത് സാരിയുടെ സെയിൽ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ പോയിട്ട് സാരി മേടിച്ചിട്ട് വന്നു. എന്നെ വിളിച്ചതാണ്, ഞാൻ പോയില്ല. അപ്പം എല്ലാവരും സാരി മേടിച്ചത് 8-10 സാരിയൊക്കെ ഓരോരുത്തർ മേടിച്ചത്. അപ്പോൾ എന്നെ വിളിച്ചതാണ്, പക്ഷേ ഞാൻ പോയില്ല. ഞാൻ കാരണം അധികം സാരി അങ്ങനെ ഉടുക്കാറില്ല, ഞാൻ ഒരുപാടും ചുരിദാറല്ലേ ഇടുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ അവരുടെ സാരി കണ്ടപ്പോഴത്തേന് എനിക്ക് മേടിക്കണമെന്നുള്ളൊരു ആഗ്രഹം തോന്നി. അപ്പം അങ്ങനെ സാരിയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ വന്ന് ആ ഒരു സന്തോഷത്തിലിരിക്കുക. നമ്മളെ സ്ത്രീകളെ സംബന്ധിച്ച് സാരിയോ ഓർണമെന്റ്സോ ഡ്രസ്സോ ഒക്കെ ഇങ്ങനെ ആരുടെ ഫ്രണ്ട്സിൻ്റെ ആയാലും മതി, ഇങ്ങനെയൊക്കെ കാണുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് നമുക്ക് വല്ലാത്തൊരു സന്തോഷമാണ്. എന്നെ സംബന്ധിച്ചാണ് കേട്ടോ. അങ്ങനെ ഞാൻ അത് കണ്ടിട്ട് വന്നതാണ്. കണ്ടിട്ട് വന്നപ്പോഴത്തേന് ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ഒരു വീഡിയോ ഇട്ടായിരുന്നു. അതായത് ഞാൻ എൻ്റെ ബ്ലൗസിൽ കുറച്ച് വർക്കൊക്കെ ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ചെയ്തത് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നതിൻ്റെ ഒരു വീഡിയോ ഇട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനകത്തൊരു കമൻസ് ഞാനിപ്പോൾ വായിച്ചതാ. ഒരു കമൻറ്റേ വന്നുള്ളൂ, അത് വേറെ കാര്യം. പാവം ഞാൻ പോട്ടെ. എന്നാൽ ആ ഒരു കമൻറ്റിനകത്ത് ഇട്ടേക്കുമായിരുന്നു. ഞാനിങ്ങനെ പറഞ്ഞായിരുന്നല്ലോ എൻ്റെ വീഡിയോയിൽ, ഞാനിങ്ങനെ എനിക്ക് പേടിയാണ്, ഞാൻ ആർക്കും ഇങ്ങനെ എൻ്റെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ ആർക്കും ഞാനിങ്ങനെ സാരി ബ്ലൗസിൽ വർക്കൊന്നും ചെയ്ത് കൊടുക്കത്തില്ല, എനിക്ക് പേടിയാന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഒരു കമൻറ്റ് ഇട്ടേക്കുന്നത്, നിങ്ങൾ പേടിക്കണ്ട, ഫാമിലിക്കോ ഫ്രണ്ട്സിനോ ഒക്കെ ചെയ്ത് കൊടുക്കും, ഓൾ ദി ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ഇട്ടു. അത് വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ വിചാരിച്ചു ഒരു വീഡിയോ എടുത്തിട്ട് അത് എല്ലാവരെയും ഒന്ന് അറിയിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പം ഞാൻ ആദ്യം ഇപ്പം ധനുഷിനോട് പറയുവാണ്. ധനുഷ് പറയുകയാണ്, ഓക്കെ ഓക്കെ നല്ല കാര്യമല്ലേ, ഒരാളെങ്കിലും അമ്മയോടൊക്കെ നല്ലത് ഓൾ ദി ബെസ്റ്റ് പറഞ്ഞല്ലോ എന്ന്. അപ്പോൾ ഒരു കോൺഫിഡൻ്റ് ഒക്കെ തോന്നി. ചുരിദാർ ഉണ്ടോ, ഞാൻ തച്ചതാ. ഇത് കഴുത്തും ഇങ്ങനെയൊക്കെ ഡിസൈൻ വെച്ചിട്ടൊക്കെ ഞാൻ തച്ച ചുരിദാറായത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഞാൻ എനിക്ക് കുറച്ചൊക്കെ തച്ചൊക്കെ കൊടുക്കും. പക്ഷേ ഞാൻ അന്നത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കും ചെയ്തൊന്നും കൊടുക്കത്തില്ല. നോക്കണം. ഞാനിപ്പോൾ വേറൊരു കലാപരിപാടി പഠിക്കുവാൻ ശ്രമിക്കുവാണ്. എന്താണെന്നറിയാമോ, ജ്വല്ലറി മേക്കിങ്. എനിക്കെന്താ കുഴപ്പം, കാണുന്നത് മൊത്തം പഠിക്കുവാണ്. കാരണം എന്താണെന്നറിയാമോ, ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൽ എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഓരോന്ന് ഇങ്ങനെ കാണുമ്പോഴത്തേനും ചെയ്ത് പഠിച്ചുകൊണ്ടേയിരിക്കും. ആർക്കും ചെയ്തൊന്നും കൊടുത്തില്ലെങ്കിലും നമുക്കുള്ളത് നമുക്കെങ്കിലും ചെയ്ത് ഇടാമല്ലോ എന്നുള്ളൊരാഗ്രഹം. അങ്ങനെ ഇനിയിപ്പോൾ മനസ്സിൽ വന്നു കൂടിയിരിക്കുന്ന ഒരാഗ്രഹമാണ് ജ്വല്ലറി ഉണ്ടാക്കണം, ജ്വല്ലറി മേക്കിങ്ങിൻ്റെ. ഞാൻ ഉണ്ടാക്കും, ഞാനിതിങ്ങനെ നോക്കുവാണ്, കുറേ വീഡിയോകളൊക്കെ നോക്കി. പക്ഷേ കുറേ സാധനങ്ങളൊക്കെ മേടിക്കണം അതിന്. അപ്പോൾ അത് ഇവിടെ കിട്ടത്തില്ല, അതിന് പൂനെയിൽ പോകണം, അല്ലാന്നുണ്ടെങ്കിൽ മുംബൈക്ക് പോകണം. അപ്പം ഈ പേര് മഴയാണ്, ഇപ്പോൾ മഴ സീസണായിട്ട് മുംബൈക്ക് പൂനെയിലും മുംബൈയിലും ഒന്നും പോകുന്നത് നടക്കുന്ന കാര്യമല്ല. ഞാൻ ഓൺലൈനിൽ നോക്കുന്നുണ്ട്. ഓൺലൈനിൽ നോക്കിയിട്ട് മേടിച്ചിട്ട് ഞാൻ കുറച്ച് ഓർണമെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിക്കുവാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഈ ഡ്രസ്സ് ഞാൻ എൻ്റെ ഒരു ഇതുണ്ടായിരുന്നു, എൻ്റെ ഒരു സെറ്റ് മുണ്ടുണ്ടായിരുന്നു, അതിനെ ഞാൻ കട്ട് ചെയ്തിട്ട് തച്ചതാണ് ഈ ഡ്രസ്സ്. കണ്ട, ഇങ്ങനെ ഒരു ലേസ് വർക്കൊക്കെ ചെയ്ത് ഞാൻ തച്ചതാണ്. കൊള്ളാമോ? അങ്ങനെ അക്കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. വളരെ കുഞ്ഞൊരു വീഡിയോ ആണ്. അപ്പോൾ അക്കാര്യം ഞാൻ എല്ലാവരുമായിട്ടൊന്ന് എൻ്റെ സന്തോഷം, ഒരാളെങ്കിലും കമൻറ്റിലൂടെ ഒരു ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറഞ്ഞപ്പോഴത്തേനും ഒരു സന്തോഷം. അപ്പോൾ ആ സന്തോഷം നിങ്ങളുമായിട്ട് ഞാനൊന്ന് ഷെയർ ചെയ്തതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വളരെ ഒരു 3 മിനിറ്റിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. അപ്പോൾ എല്ലാവരും കമൻറ്റിലൂടെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.